ഹലോ, എല്ലാവർക്കും ഷൈമാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2-3 ദിവസം വീഡിയോ ഒക്കെ ആയിട്ട് വന്നത് മോനായിരുന്നു. ഞാൻ കുറച്ച് ബിസി ആയതുകൊണ്ടാണ് മോനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ച് വീഡിയോ ഇട്ടതൊക്കെ. ഇപ്പോൾ വീണ്ടും ഞാൻ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ കൂളായിട്ടൊരു കൂൾമിൻറ്റ് വെച്ചൊന്ന് കുളിച്ചാലോ? അടിപൊളി സോപ്പാണ് കേട്ടോ. നമ്മുടെ സെൻറ്റർ ഫ്രഷ് ഒക്കെ ഇല്ലേ, അതിൻ്റെ ഒരു സ്മെല്ലും കാര്യമൊക്കെയാണ് ഈ ഒരു സോപ്പ് ബേസിനും സോപ്പിനും ഒക്കെ കിട്ടിയിരുന്നത്. ഉപകാരപ്പെടുന്ന വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും അവർക്ക് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഉപകാരം അതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഈ ചാനലിലുള്ളതെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ ഒരു സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ഓളെന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ആ തൊട്ടടുത്തുള്ള ആ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലൈക്ക് എനിക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും അത് ചിന്തിച്ച് വരുവാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാൻ തയ്യാറായിട്ട് തന്നെ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ നമ്മുടെ കൂൾമിൻറ്റിൻ്റെ സോപ്പാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കാം. അതിൻ്റെ വെയിറ്റും കാര്യമൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ എപ്പോഴും കാണിക്കുന്ന പോലെ തന്നെ നമ്മുടെ മെഷർമെൻറ്റ് കറക്റ്റ് നമ്മൾ നോക്കി വേണം സോപ്പ് എടുക്കാൻ. ഒരു കിലോ സോപ്പ് ബേസാണ് കൂൾമിൻറ്റിൻ്റെ വാങ്ങിയത്. ആദ്യം ചെയ്ത് നോക്കിയിട്ട് മാത്രം ബാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട. 1 കിലോ സോപ്പ് ബേസ് ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് 960 ഗ്രാമാണ് സോപ്പ് ബേസ് കിട്ടിയത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങൾ ഓരോ കസ്റ്റമറും എൻ്റെ അടുത്ത് സാധനത്തിന് ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് 1 കിലോയുടെ ബേസ് തന്നെയാണ് ഞാൻ അയച്ചു തരുന്നത്. അത് ചെക്ക് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. അപ്പോൾ നമ്മുടെ 1 കിലോയ്ക്ക് നമ്മുടെ സോപ്പ് ബേസ് എടുത്തിട്ടുണ്ട്. 960 ഗ്രാമാണ് കിട്ടിയത്. എന്തായാലും കുഴപ്പമില്ല. അങ്ങനെ ഞാനിവിടെ എൻ്റെ ഫുള്ളായിട്ട് ഞാൻ ഓർഡർ ചെയ്ത് കിട്ടിയ ആ സോപ്പ് ബേസ് അങ്ങനെ തന്നെ ഫുള്ളായിട്ട് എടുത്ത് കട്ട് ചെയ്യുകയാണ്. എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ബേസ് ഏകദേശം നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്ത് തീർന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ ഇത് കൂൾമിൻറ്റിൻ്റെ ബേസാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. നമ്മളെപ്പോഴും പറയാറുണ്ട് 1 കിലോ ബേസിന് 100 ഗ്രാം ആണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ട കാര്യങ്ങളെന്ന്. പക്ഷേ ഈ ബേസിനകത്ത് അങ്ങനെ ചേർക്കാൻ പറ്റത്തില്ല. കാരണം ഇതിനകത്ത് ഓൾറെഡി ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്ത് വന്നതാണ്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് എത്ര ഗ്രാം നമുക്ക് ആകെ എത്ര ഗ്രാം ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കാം. കാരണം കൂടുതലായിട്ട് നമ്മളിപ്പോൾ ഇതിനകത്ത് 100 ഗ്രാം തന്നെ ചേർത്ത് കഴിഞ്ഞാൽ ഈ സോപ്പ് കട്ടിയായി കിട്ടത്തില്ല. അപ്പോൾ ഇതിനൊരു മെഷർമെൻ്റ് ഉണ്ടല്ലോ. അപ്പോൾ നമുക്കതൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ എത്രത്തോളം അതിലേക്ക് എടുക്കാൻ പറ്റുമെന്ന് നോക്കാം ഐറ്റംസ്. ഇപ്പോൾ ഒരു ബൗൾ വെച്ച് അതിനകത്തേക്ക് ഞാനിതാ കുറച്ച് ഗ്ലിസറിനാണ് ഒഴിക്കുന്നത്. ഏകദേശം ഒരു 7 ഗ്രാമിനുള്ളിലുള്ള ഗ്ലിസറിൻ ഒഴിച്ചിട്ടുണ്ട്. വെജിറ്റബിൾ ഗ്ലിസറിൻ ഒഴിച്ചിട്ടുണ്ട്. 8 വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിക്കണേ, ഇതിനകത്തേക്ക് നമുക്ക് ആകെ 20 ഗ്രാമിനകത്തേ നമുക്ക് ഐറ്റംസ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ അലോവേരയുടെ ജെല്ലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. ഗ്ലിസറിനും വെജിറ്റബിൾ ഗ്ലിസറിനും അലോവേര ജെല്ലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വേണ്ടത് വൈറ്റമിൻ ഇ ആണ്. ഇപ്പോൾ വൈറ്റമിൻ ഇയും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിന് വേണ്ട കറക്റ്റ് ഐറ്റംസ് റെഡിയായി. ഇതിൽ നമ്മൾ വൈറ്റമിൻ ഇയും കൂടെ ആയപ്പോഴത്തേക്ക് 20 ഗ്രാമോ ആണ് നമ്മൾ മൊത്തത്തിൽ എടുത്തിരിക്കുന്നത്. 20 ഗ്രാമിൽ കൂടരുത്. 20 ഗ്രാമിൽ കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോപ്പ് കട്ടിയായി കിട്ടത്തില്ല, അത് അലിഞ്ഞു പോകും പെട്ടെന്ന്. അപ്പം നമുക്ക് ഇനി ഇതിനെ ഒന്ന് നല്ലപോലെ മെൽറ്റ് ചെയ്ത് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മുടെ സോപ്പ് ബേസ് എന്തായിരുന്നു നമുക്ക് നോക്കിയിട്ട് നമ്മുടെ സോപ്പ് ബേസ് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം മൊത്തത്തിലൊന്ന് അലിഞ്ഞ് വരുന്ന വരെ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ഇത് പെട്ടെന്ന് അലിഞ്ഞു വരുന്നുണ്ട്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള ഐറ്റത്തിൽ നമ്മൾ 20 ഗ്രാമിൽ കൂടുതൽ നമ്മൾ ഒരു സാധനം ആഡ് ചെയ്യാൻ പാടില്ല. സോപ്പിൻ്റെ കട്ടി കുറയും, പത കുറയും. അപ്പം കറക്റ്റ് മെഷർമെൻറ്റ് ചെയ്യാൻ നോക്കുക. എല്ലാവരും നോട്ട്സ് എഴുതി വെക്കുക. നോട്ട്സ് എഴുതി വെച്ചിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇത് മെൽറ്റായി വരുമ്പം തന്നെ നമ്മുടെ ഈ സെൻറ്റർ ഫ്രഷ് ഇല്ലേ, അതിൻ്റെ ഒരു സ്മെല്ലിങ്ങനെ അടിക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഏകദേശം നമുക്ക് അത് മെൽറ്റായി. അപ്പോൾ അതിലേക്ക് നമ്മുടെ അലോവേരയും ഓയിലും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അലോവേരയും നമ്മുടെ ഗ്ലിസറിനും പിന്നെ വെജ് ഗ്ലിസറിനും അതുപോലെ തന്നെ വൈറ്റമിനും കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ആ ഒരു ക്രീം പരുവായ കൂട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കറക്റ്റ് ഇതൊന്ന് മെൽറ്റായി വരുന്നവരെ നമ്മൾ ഇളക്കി കൊടുത്താൽ മതി. നല്ലോണം ഒന്ന് മെൽറ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മോൾഡിലേക്കാണ് മാറ്റേണ്ടത്. അതിനു മുമ്പ് ഒരു സാധനം കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യണ്ടേ. അപ്പോൾ ഏകദേശം ഇത് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് കൂൾമിൻറ്റിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഫ്രാഗ്രൻസ് ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കറിയാം ഒരു കിലോ ബേസാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു 15 തുള്ളി അല്ലെങ്കിൽ 20 തുള്ളിക്ക് മേലെ ഫ്രാഗ്രൻസ് വേണ്ട. ഓൾറെഡി ഈ ഒരു ബേസിന് ചെറിയൊരു സ്മെല്ലുണ്ട്. അത് മാത്രം പോരാല്ലോ, നമുക്ക് കുറച്ചും കൂടി ഒരു മണം വേണ്ടേ. അപ്പം നല്ല രീതിയിൽ നമുക്ക് ഒരു 20 തുള്ളിക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു 15 തുള്ളിക്കുള്ളിൽ നമുക്ക് നമ്മുടെ കൂൾമിൻറ്റിൻ്റെ ഫ്രാഗ്രൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ 100 ഗ്രാമിൻ്റെ ഈ 2 മോൾഡാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് പിയേഴ്സിൻ്റെ 100 ഗ്രാമിൻ്റെ മോൾഡും ഒന്ന് സ്ക്വയറും ആണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു 960 ഗ്രാമിൻ്റെ ആ ഒരു ബേസ് മെൽറ്റ് ചെയ്തിട്ട് എത്ര സോപ്പ് കിട്ടിയെന്ന് നോക്കാം. ഇപ്പോൾ 2 ഒഴിച്ച് അപ്പോൾ ആ ഒരു മോൾഡ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്ത മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കറക്റ്റ് നമുക്ക് 8 സോപ്പിൻ്റെ അടുത്താണ് കിട്ടുന്നത്. ഈ 8 സോപ്പ് കിട്ടുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഇത് കറക്റ്റ് 100 ഗ്രാം അല്ല, അതിൽ കൂടുതലായിട്ട് ഓരോ സോപ്പും ആയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് 100 ഗ്രാം വീതം കിട്ടുവാണെങ്കിൽ നമുക്ക് 9 സോപ്പും ഒരു 90 ഗ്രാമിൻ്റെ അല്ലാതെ ഒരു ചെറിയ സോപ്പും കിട്ടേണ്ടതാണ്. അപ്പോൾ ഈ മോൾഡിലേക്ക് ഒഴിക്കുന്ന സമയത്ത് കറക്റ്റ് നമ്മൾ ഒരു 100 ഗ്രാം വീതം തന്നെ ഒഴിക്കാൻ നോക്കുക കേട്ടോ. നമുക്ക് ഇത്രയും സോപ്പ് കിട്ടിയിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ട്. ഇനി ഇതൊന്ന് സെറ്റ് ആവാൻ വെക്കാം. ഇപ്പോൾ ഏകദേശം നമുക്കൊരു 3 മണിക്കൂറാണ് നമ്മൾ പറയുന്നത്. ആ ഒരു 3 മണിക്കൂർ തന്നെ കറക്റ്റ് ഇതൊന്ന് സെറ്റാക്കി വെച്ചേക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിതിനെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. 3 മണിക്കൂറിന് ശേഷം നമ്മുടെ സോപ്പൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ നല്ല കട്ടിയായി വന്നിട്ടുണ്ട് സോപ്പ് കേട്ടോ. അതാ പറയുന്നത്, കറക്റ്റ് മെഷർമെൻ്റ് ആയിരിക്കണം. നമുക്ക് ആ മെഷർമെൻറ്റ് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് സോപ്പ് ഇത്ര കട്ടിയിൽ കിട്ടുകയുള്ളൂ. നമ്മൾ ഒരുപാട് കട്ടി കുറഞ്ഞ് കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തിട്ട് സോപ്പ് ബേസിൽ ചേർത്തി കഴിഞ്ഞാൽ ഒട്ടും കട്ടി കിട്ടത്തില്ല. പിന്നെ സോപ്പ് ബേസ് വാങ്ങുമ്പോൾ ശ്രദ്ധിച്ച് വാങ്ങുക, നല്ല ക്വാളിറ്റി ബേസ് വാങ്ങാൻ നോക്കുക. അപ്പോൾ നമ്മുടെ ഓരോ സോപ്പുകളും സെറ്റായതുണ്ട്. ഇതാ ലാസ്റ്റ് കിട്ടിയ ചെറിയ പീസ്. നല്ല മണമുണ്ട് കേട്ടോ, അടിപൊളി മണം. ഓരോന്നോരോന്നായിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കാം. ഇതിപ്പോൾ 100 ഗ്രാമിന് മേലെ ഉണ്ട് ഈ ഓരോ സോപ്പും, കാരണം അത് നിറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് കൂളായിട്ട് കുളിക്കാം. നമ്മുടെ കൂൾമിൻറ്റിൻ്റെ സോപ്പ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ഓളെന്നുള്ള ഓപ്ഷൻ നമ്മൾ ചെയ്ത്